ഹായ് ഫ്രണ്ട്സ്, പൗത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡില് വേദ ഭക്ഷണമൊന്നും കഴിക്കാണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് വിക്രത്തോട് പറയണ കമലം. വിക്രം, നീ ഇവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു കൊടുക്ക്. എന്നും നിന്നെ മാത്രം ഇങ്ങനെ ഊട്ടിയാ പോരല്ലോ, നീയും ഇടയ്ക്കൊക്കെ ഒരു തവി വിളമ്പി കൊടുക്കണ്ടേ അവൾക്ക്. മോള് പോയി മുഖമൊക്കെ കഴുകിയിട്ട് വാ. ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോ വേദ ഇങ്ങനെ വിക്രത്തെ നോക്കുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അമ്മ അവിടുന്ന് പോവാണ്. അപ്പൊ വിക്രം വീണ്ടും കളിയാക്കിക്കൊണ്ട് ചോദിക്കും, എന്താ വേദാളമേ, പട്ടിണി സമരാണോ അതോ നിരാഹാര വ്രതോ? നിന്നെ വീട്ടിൽ നിന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കിയത് കൊണ്ട് നീ പട്ടിണി കിടന്നുകൊണ്ട് എന്ത് കാര്യം? ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അത് എന്റെ തലയിൽ കെട്ടിവെക്കാന്നാണോ? അതിൽ വേദയ്ക്ക് സങ്കടം കൂടു. കരഞ്ഞുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകും ദേഷ്യത്തില്. വേദാളമേ, കഴിക്കുന്നില്ലേ എന്ന് വിക്രം ഇങ്ങനെ വിളിച്ചു ചോദിക്കും. ശേഷം വിക്രം ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് ചോറും കറികളൊക്കെ വിളമ്പിയതിനു ശേഷം അവിടെ ഇരുന്ന് കഴിക്കാൻ അങ്ങ് തുടങ്ങും. എന്നാ കൈ മാറ്റിയിട്ട് ആ പ്ലേറ്റ് എടുത്ത് വേദയുടെ അടുത്തേക്ക് പോവാണ്. വേദ ഇങ്ങനെ ഇപ്പോഴും സങ്കടത്തോട് കൂടെ ഉമ്മറത്തിങ്ങനെ ഇരിക്കണേ. വിശന്നിരിക്കാവും പാവം എന്ന് പറഞ്ഞിട്ട് ആ പ്ലേറ്റും ചോറും വേദയുടെ മുന്നിലേക്ക് അങ്ങ് നീട്ടും. ഇത് ഞാൻ നിനക്കായിട്ട് വിളമ്പിക്കൊണ്ടുവന്നത് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദയുടെ മുന്നിൽ ഇരുന്ന് അങ്ങ് കഴിക്കാൻ തുടങ്ങാം. വേദ ഇങ്ങനെ ദേഷ്യത്തില് സങ്കടത്തില് നോക്കുമ്പോ വിക്രം പറയും, നീ ഇപ്പോ സങ്കടപ്പെട്ട് സെന്റി അടിച്ചിരിക്കുന്നതുകൊണ്ട് ഫുഡൊന്നും വേണ്ടി വരില്ലല്ലോ. അതുകൊണ്ട് അമ്മ പറഞ്ഞെങ്കിലും ഞാൻ നിനക്ക് ഭക്ഷണം എടുത്തില്ല. അല്ലെങ്കിലും ഹൃദയം തകർന്നിരിക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. നിന്റെ അച്ഛൻ അത്രയ്ക്ക് മോശമാണെന്നല്ല കേട്ടോ, ഇത്രയല്ലേ ചെയ്തുള്ളൂ. ഞാനാണ് ആ സ്ഥാനത്തെങ്കിലേ ആ ഫോട്ടോ ശരിയല്ല. പകരം അത് തുണ്ടം തുണ്ടായി വെട്ടി അതില് മണ്ണെണ്ണ ഒഴിച്ച് അത് കത്തിച്ച് വല്ല തോട്ടിലെടുത്ത് കളഞ്ഞേനെ. വേദയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വല്ലാത്ത ദേഷ്യമൊക്കെ വരണേ. എന്നാ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോ, എന്താ വേദാളമേ ഒരു മറുപടി ഇല്ലാതെ തിരിഞ്ഞിരിക്കുന്നേ എന്ന് പറഞ്ഞ ശേഷം ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണേ. ആഹാ, നല്ല കൂട്ടാൻ. നീ ഇങ്ങനെ വിഷമോ ദേഷ്യവും വിശപ്പൊക്കെ വന്ന് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ ഭക്ഷണം ഇങ്ങനെ ഉരുട്ടി അണ്ണാക്കിലേക്ക് ഇട്ട് കഴിക്കാനേ എന്താ സുഖം, എന്താ ഒരു സംതൃപ്തി എന്ന് പറഞ്ഞ ശേഷം, ഒരു തവി എനിക്ക് കൊതി കിട്ടാതിരിക്കാൻ ഒരു തവി വേണോ എന്ന് ചോദിച്ച് കൊടുക്കാണേ. അതില് വേദ, ഒന്ന് പോടോ തന്റെ ഒരു ഉരുള. അപ്പോഴും വിക്രം ചിരിച്ചോണ്ട് ഭക്ഷണം കഴിക്കുക. എടി വേദാളമേ, സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഒന്നും നിന്റെ ബുദ്ധി. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നിനക്ക് വിവേകം എന്ന് പറയുന്ന ഒന്നില്ല. ഞാൻ കിട്ടിയ താലും പൊക്കി പിടിച്ച് വീട് വിട്ട് വന്നപ്പോ തന്നെ നീ ഒരു അരപ്പിരിയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ രണ്ടാമത്തെ കുഴപ്പം നിന്റെ നാക്കാണ്. മറ്റുള്ളവരെക്കാളും മിടിക്കുകയാണെന്നുള്ളൊരു തോന്നല് നിനക്കുണ്ട്. ആ തോന്നല് നിന്റെ ഓരോ വാക്കിലും കാണാം. എടി, അറ്റാക്ക് വന്ന് തളർന്നിറക്കുന്ന സ്വന്തം അച്ഛനെ കാണാൻ പോയപ്പോഴും നിന്നെ ചതിച്ചത് ഈ രണ്ട് കാര്യങ്ങളാ. വിവേകമില്ലായ്മയും അതുകൊണ്ട് പുറത്തു വരുന്ന നിന്റെ സംസാരവും. അവർക്ക് പറയാനുള്ള അവസരം പോലും നീ കൊടുത്തോ? ഇല്ലല്ലോ. സാധാരണ ആളുകളാണെങ്കിൽ തന്നെ ദേഷ്യം വരും. അപ്പൊ പിന്നെ ജില്ലാ ജഡ്ജി ആയിരിക്കുന്ന ഒരാളുടെ കാര്യം പറയണോ? വേദം എല്ലാം കൂടെ കേട്ട് ആകെ സങ്കടത്തിൽ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ വിക്രം പറയും, എടി കോവർ കഴുതേ. അത് കേൾക്കുമ്പോ വേദം നോക്കുക. നിന്റെ ചേട്ടൻ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നതിനെ നിന്റെ അച്ഛനെന്ത് കഴിച്ചു? നിന്റെ അച്ഛനും കൂടെ അറിഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് നിനക്ക് തെളിവ് സഹിതം അറിയെങ്കിലും ഒക്കെ. ഇനി അങ്ങനെ എല്ലാം ആണെങ്കിൽ തന്നെ അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിനൊരു രീതിയില്ലേ? നീ കാര്യം അറിഞ്ഞ ഉടൻ തന്നെ നേരിട്ട് ചെന്ന് 4 മുഴ നീളമുള്ള നാക്കും നീട്ടി ഉറുമി വീശുന്ന പോലെ അങ്ങ് വീശിയല്ലേ. നീ ആരാടി, ലേഡി സൂപ്പർ സ്റ്റാറോ? വേദ ഇങ്ങനെ സങ്കടത്തോടു കൂടെ തലതാഴ്ത്ത വിക്രം പറയും, ഇപ്പൊ നിന്റെ അവസ്ഥ എന്തായി? ജനിച്ച വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായി. ഇവിടുന്നാണെങ്കിൽ ഏത് നിമിഷവും ഇറങ്ങേണ്ട രീതിയിൽ പോവേണ്ടിയും വരും. ഒരുമാതിരി നല്ല സ്പീഡിൽ പോകുന്ന ബസ്സില് സീറ്റ് കിട്ടാതെ മുകളിലെ കമ്പിയില് പിടിക്കാനും പറ്റാതെ യാത്ര ചെയ്യുന്നൊരവസ്ഥ ഉണ്ടല്ലോ, അതാ ഇപ്പൊ നിന്റേത്. വിക്രം പറയുന്നതും കൂടെ കേൾക്കുമ്പോ വേദയുടെ സങ്കടം ഇരട്ടിയാവാണ്. ഒന്ന് ബ്രേക്ക് ഇട്ടാലോ, ഒന്ന് വളവ് തിരിഞ്ഞാലോ ടോന്ന് പറഞ്ഞ് താഴെ വീഴും. ആദ്യം നീ തന്നെ ഒരു സംഭവമാണെന്നുള്ള ആ ഒരു ഈഗോ ഉണ്ടല്ലോ, അതെങ്ങ് മാറ്റിവെക്ക്. ആരോടെങ്കിലും സംസാരിക്കുമ്പോ അവർ ഏത് അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് സംസാരിക്കുക. അല്ലാതെ വട്ടപ്പണ്ണം തുറിച്ച് നാക്കിട്ടലച്ച് എന്റെ അടുത്തേക്ക് വരുന്ന പോലെ എല്ലാവരുടെ അടുത്തേക്കും പോയാലേ. അതെ, ഇനിയിപ്പോ സ്വന്തം അച്ഛനാണെങ്കിൽ പോലും ഇങ്ങനെ നിലാവത്തിരുന്ന് മൂങ്ങുന്ന പട്ടിയുടെ അവസ്ഥയായി മാറും. വേദ ഇങ്ങനെ സങ്കടത്തിൽ കയറിയാണ്. ഈ സമയം വിക്രം ഭക്ഷണം കഴിച്ച് ഹേമ്പൊക്കെ വിടുമ്പോ വേദ ഇങ്ങനെ നോക്കൂ. അതെ, ഇനി ബാക്കി ഇത്തിരി ചോറിപ്പണ്ടേ, നീ കഴിക്കുന്നോ അതോ ഞാൻ വെള്ളം ഒഴിക്കുന്നോ? വേദ ഇങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോ വിക്രം പറയും, ശരി നിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞോണ്ട് വിക്രം എഴുന്നേറ്റ് അവിടെ നിന്ന് പോവാണ്. വേദ ഇങ്ങനെ നോക്കിക്കൊണ്ട് സങ്കടത്തിൽ അവിടെ ഇരിക്കും. ശേഷം പിന്നീട് കാണിക്കുന്നത് വിനയനും നന്ദിനിയും കൂടെ സംസാരിക്കണേ. എന്റെ വിനയേട്ടാ, അങ്ങനെയാണെങ്കിൽ അവളുടെ ഇഷ്ടം പോലെ അങ്ങ് വിട്ടാ പോരെ, അല്ലാതെ അവളുടെ പിന്നാലെ നടന്ന് തിന്നുമോളെ കഴിക്കുമോളെ എന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്നത് എന്തിനാ? എനിക്കറിയാം സൗന്ദര്യവും പണമൊക്കെ ആ തട്ടിൽ വെച്ച് നോക്കുമ്പോ അമ്മയ്ക്ക് അവളോട് ഇഷ്ടം കൂടുതലാ. വിനയം പറയും, ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലടി. നന്ദിനി പറയും, വിനയേട്ടൻ അമ്മയെ
ന്യായീകരിക്കണ്ട, അമ്മയ്ക്ക് ഇത്തിരി വേർതിരിവൊക്കെ ഉണ്ട്. ഇങ്ങനെ പറയുമ്പോ വിനായകൻ പറയും, ശരി, ഇവിടുത്തെ 3 മരുമക്കളിലെ സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും നീ മോശ. ആ ഒരു ഇത് അമ്മയ്ക്ക് എന്നോടുണ്ട്, പോരെ. നന്ദിനി പറയും, അത് തന്നെ ഞാനും പറഞ്ഞത്. ശേഷം നന്ദിനി അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങളിപ്പോ എന്ത് വർത്താനാ പറഞ്ഞത്? ഈ വീട്ടിൽ വന്നു കയറിയ പെണ്ണുങ്ങളിലെ ഏറ്റവും മോശം ഞാനാണെന്നോ? വിനായകൻ പറയും, അതിപ്പോ ഞാനാണോ പറഞ്ഞത്, നീയല്ലേ? ദേ അങ്ങനെ വല്ലതും പറഞ്ഞാലേ ഞാനും പറയേ, സുധാകരൻ മാഷിന്റെ 3 മക്കളിൽ ഏറ്റവും മോശം നിങ്ങളാ. അപ്പോഴോ? വിനായകൻ പറയും, അതിലെനിക്ക് ഒരു മോശമില്ല, മാത്രമല്ല അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള വിവരവും ബുദ്ധിയും എനിക്കുണ്ട്. നന്ദിനി പറയും, നിങ്ങൾക്കുള്ളത് കുബുദ്ധിയാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ. വിനായകൻ പറയും, ആ കുബുദ്ധി കൊണ്ടാ നിന്റെ കയ്യിൽ 4 കാശ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതും മറക്കല്ലേ. നന്ദിനി പറയും, എന്നാലും അവൾക്ക് നിങ്ങൾ അമ്മ അർഹിക്കുന്നതിനേക്കാളും കൂടുതൽ പരിഗണന കൊടുക്കുമ്പോ. അപ്പൊ വിനായകൻ പറയും, നിനക്ക് സഹിക്കുന്നില്ല അല്ലേ? നന്ദിനി പറയും, ആ, അവളെ പൊട്ടിച്ച് പുറത്താക്കിയോണ്ട് ഇനി ഒരിക്കലും അവൾ ഇവിടുന്ന് പോകത്തില്ല. വിനായകൻ പറയും, അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ, ശ്രമങ്ങൾ നടക്കുന്നല്ലേ ഉള്ളൂ. നീ ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്താതെ. ഇത് കേൾക്കുമ്പോ നന്ദിനിക്ക് കുറച്ചൊരു ആശ്വാസം. അല്ല, അപ്പൊ അവൾ ഇവിടുന്ന് പോകുന്ന ഉറപ്പാണോ? അതൊന്നും എനിക്കറിയില്ല, പക്ഷെ അവള് 2 സ്ഥലത്തുനിന്നും കെട്ടുകെട്ടിക്കാനുള്ള പണിയാണ് ശ്രീകാന്ത് സാർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യമാണ് വിനയേട്ടാ? ഓ, നീ ഇതൊന്നും അവളോട് പോയി പറഞ്ഞേക്കല്ലേ. ഞാൻ അവളോട് പറയൂ വിനയേട്ടാ, ഈ റൂമിൽ നിന്ന് സംസാരിക്കുന്നത് നമ്മൾ ഭാര്യയും ഭർത്താവിന്റെയും മനസ്സിന്ന് പുറത്തേക്ക് പോവില്ല. വിനായകൻ പറയും, അല്ല, അവൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് അവളുടെ മുന്നിൽ ആളാവാൻ വേണ്ടി നീ വല്ല വിഡിത്തരവും വിളിച്ചു കാച്ചിയാലേ അതോടെ തീർന്നോ? നന്ദിനി പറയും, ഇല്ല, ഞാൻ ഇത്രയും കാലമായിട്ട് പറഞ്ഞോ ഇല്ലല്ലോ. നിങ്ങൾ കാര്യം പറ, എന്താ ശ്രീകാന്ത് സാറിന്റെ പദ്ധതി? സത്യമായിട്ട് എനിക്കറിയില്ല നന്ദിനി, പക്ഷെ എന്തൊക്കെയോ പരിപാടി ഉണ്ട്. അല്ലെങ്കിൽ വിഷയേട്ടന് ജോലി കൊടുക്കാൻ നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ വിനയേട്ടാ, അത് എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. വിനയം പറയും, എനിക്കും. അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നു നിർത്തി, നീ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കിടക്കും. നന്ദിനി എപ്പോഴും ആലോചിക്കുന്നത് എന്തായിരിക്കും ശ്രീകാന്ത് സാറിന്റെ പ്ലാൻ എന്നാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം പ്ലേറ്റ് ഒക്കെ കൊണ്ടുപോയി വെച്ച് കൈ കഴുകി ഉമ്മറത്തേക്ക് വന്ന് നോക്കുമ്പോ വേദയെ കാണുന്നില്ല. വേതാളം പോയി കിടന്നോ? അകത്ത് കണ്ടില്ലല്ലോ. അങ്ങനെ ഡോറൊക്കെ അടച്ചിട്ട് റൂമിലേക്ക് ചെല്ലാണേ. ലൈറ്റിട്ട് നോക്കുമ്പോണ്ടാവും വേദ തന്റെ കട്ടിൽ കിടന്നുറങ്ങുന്നേ. ഡി വേതാളം എന്ന് പറഞ്ഞ് വിളിക്കും. വേദയുടെ ഒരു റിപ്ലൈ ഇല്ല. അതിൽ വിക്രം, നിന്നെ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അവിടെയുള്ള ബോട്ടിൽ പോയി എടുത്തങ്ങ് തിരിയുമ്പോ വേദ ഉണ്ടാവും കത്തിയും പിടിച്ച് നിക്കണേ. അത് കാണുമ്പോ വിക്രം ബോട്ടിലേക്ക് തന്നെ നോക്കും. വേദ പറയും, ആ വെള്ളം എന്റെ തലയിൽ ഒഴിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ കുത്തും. അല്ലെങ്കിൽ എനിക്ക് ദേഷ്യവും സങ്കടവും കൊണ്ട് അരപ്പിരി ഇളകി നിൽക്കുക. വിവേകമില്ലെന്നും വിവരമില്ലെന്നും നാക്ക് ശരിയല്ലെന്നും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രവൃത്തി കൂടി ശരിയല്ലെന്ന് നിങ്ങൾ പറയും. ഇതെന്റെ തലയിൽ ഒഴിച്ച് നിങ്ങൾ എന്നെ ഉപദ്രവിച്ച തീർച്ചയായും ഞാൻ നിങ്ങളെ കുത്തും. വിക്രമാകെ ചമ്മുന്നുണ്ട്. എനിക്കെന്താ പട്ടുണ്ടോ? ഇതാര് നിന്റെ തലയിൽ ഒഴിക്കുന്നു? ഞാൻ ഈ വെള്ളം കുടിക്കാനുണ്ടോന്നാ എന്ന് പറഞ്ഞിട്ട് വേഗെടുത്ത് കുടിക്കും. വേദ ഇങ്ങനെ കത്തിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കണേ. കുടിക്ക്. അങ്ങനെ വെള്ളം കുടിച്ചിട്ട് വിക്രം പറയും, ഇതിനെന്താ ഒരു ടേസ്റ്റ് വ്യത്യാസം? അത് കഴിഞ്ഞ് വേദ പറയും, 2 ദിവസമായിട്ട് തുറന്നു കിടന്ന വെള്ളമല്ലേ, വല്ല പല്ലിയും മൂത്രമൊഴിച്ചു കാണും. ഇത് കേൾക്കുമ്പോ വിക്രം ഓക്കാനിക്കുക. വിക്രം പറയും, നിനക്കതൊന്നും പറഞ്ഞുവിടായിരുന്നോ? വേദ, നിങ്ങൾക്കിത് എന്റെ തലയിൽ കമിത്താനായിരുന്നല്ലോ പ്ലാന്, അതുകൊണ്ട് ഇത്തിരി കുടിച്ചോട്ടെന്ന് ഞാനും കരുതി. പേടിക്കണ്ട, ചത്തൊന്നും പോവില്ല എന്ന് പറഞ്ഞ് കത്തി അവിടെ വെച്ച് വീണ്ടും കട്ടിൽ പോയി പൊറച്ച് കിടക്കാൻ നിൽക്കുമ്പോ വിക്രം പറയും, നീ അവിടുന്ന് മാറി കിടക്ക്, ഇത് എന്റെ കട്ടിലാ. വേദ പറയും, അയ്യടാ, ഇനി മുതലേ എന്റെ ആണെന്ന് കരുതിക്കോളൂ. ഇത്രയും നാളും ഞാൻ താഴെ കിടന്നില്ലേ? വീട്ടിലുള്ള ആണുങ്ങൾക്ക് മാത്രമേ കട്ടിൽ കിടക്കാവുന്ന നിയമമൊന്നും ഇല്ലല്ലോ. വിക്രം പറയും, ദാ ഇതാണ് നിന്റെ വായനാവും ശരിയല്ലെന്ന് ഞാൻ പറയുന്നത്. വേദ പറയും, ഞാനങ്ങനെ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. കട്ടിലെ ആണുങ്ങൾ മാത്രം കിടന്നാ പോരാന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. വിക്രം പറയും, നീ ഇത് ഫെമിനിസ്റ്റ് കളിക്കല്ലേ? വേദ പറയും, ദേ പെണ്ണുങ്ങളെ സത്യം പറയാൻ തുടങ്ങിയ നിങ്ങൾ ആണുങ്ങളുടെ സ്ഥിരം ആക്ഷേപ വാക്കാണല്ലോ അത്. എന്നാ എനിക്കതൊരു ബഹുമതിയായിട്ടാ തോന്നുന്നത്. വിക്രം പറയും, വെറുതെ അല്ലടി നിന്റെ അച്ഛൻ നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയത്. വേദ പറയും, അത് ഞാനങ്ങ് സഹിച്ചു. അതിൽ സന്തോഷിച്ചത് കൊണ്ടാണല്ലോ നിങ്ങൾ അണ്ണാക്കിലേക്ക് ഇറക്കി വിഴുങ്ങി ആനന്ദ പ്രകടനം കാഴ്ചവെച്ചത്. വിക്രം പറയും, നന്നായി പോയി, നോക്കി വെള്ളം ഇറക്കുമായിരുന്നല്ലോ. വേദ പറയും, നിങ്ങൾ ഉരുട്ടി വിഴുങ്ങിയ ചോറുരുള്ള നോക്കിയോ? കഷ്ടം, അത് നെറുകയിൽ കുടുങ്ങി ശ്വാസം മുട്ടേന്ന് ഞാൻ നോക്കിയത്. ഇപ്പോഴും വിക്രത്തിന് ഓക്കാനിക്കാൻ വരുന്നുണ്ട്, ചുമക്കൊക്കെ ചെയ്യണേ. അപ്പൊ വേദ ഇങ്ങനെ ചിരിക്കും. ശേഷം പറയും, കുപ്രസിദ്ധ ഗുണ്ട ഉരുള വിഴുങ്ങി ചത്തു എന്നുള്ള വാർത്തയായിരിക്കുമല്ലോ നാളെ പത്രത്തിൽ വരാന്ന് ഞാൻ ഓർത്ത്. വിക്രം പറയോ, അപ്പൊ നിനക്ക് വർത്തമാനമൊക്കെ പറയാൻ അറിയാല്ലേ? നേരത്തെ ബൊമ്മ പോലെ ഇരുന്നപ്പോ ഞാൻ കരുതി നേരത്തെ ജഡ്ജി അദ്ദേഹം ഇറക്കി വിട്ടപ്പോ നിന്റെ നാവും കൂടി ഒന്ന് ഇറങ്ങിപ്പോയെന്നെ. വേദ പറയും, നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ നാവിന് 4 മുഴ നീളാണെന്ന്? വിക്രം ചോദിക്കും, എന്താ സംശയമുണ്ടോ?
അത് നിന്റെ അച്ഛന്റെ അടുത്ത് വരെ ഞാൻ കണ്ടല്ലേ. വേദ പറയും ലോകത്തിലെ എല്ലാ അച്ഛന്മാരും മക്കളും തമ്മിൽ വാക്കേറ്റവും തെറ്റിദ്ധാരണയും മാപ്പ് പറച്ചിലൊക്കെ സംഭവിക്കും. എന്താ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും തമ്മിൽ നടക്കുന്നില്ലേ? പട്ടിയെ പറയുന്ന പോലെ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ആക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നേരത്തെ നിങ്ങൾ സ്വന്തം അച്ഛനെ ശത്രുവായിട്ടാണോ കരുതുന്നത്? വിക്രം പറയാ, ഞാനും എന്റെ അച്ഛനും തമ്മിൽ 1000 പ്രശ്നങ്ങളുണ്ടാവും. അതെന്താണെന്ന് അന്വേഷിക്കാനോ അതിൽ തലയിടാനോ നീ വരണ്ട. വേദറിയും ഞാനും എന്റെ അച്ഛനും തമ്മിൽ അങ്ങനെ 1000 പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ. നിങ്ങൾ എന്തിനാ ഒരു കിണ്ണം ചോറ് എടുത്ത് കഴിച്ച് അത് ആസ്വദിച്ച് കഴിച്ച് ആഘോഷിക്കാൻ വന്നത്? നിങ്ങളുടെ ഒരു തല്ലിപ്പൊളി ഉപമയുണ്ടായിരുന്നല്ലോ. എന്താത്? സ്പീഡിൽ ഓടുന്ന ബസ്സിൽ സീറ്റ് കിട്ടാതെ പിടിച്ചു നിൽക്കാൻ കമ്പി കിട്ടാതെ കഷ്ടപ്പെടുന്ന യാത്രക്കാരിയാണ് ഞാനെന്ന്. അതില് വിക്രം എന്ന് പറഞ്ഞ തലതാഴത്തേക്കിന് നിൽക്കും. വേദ പറയും, എന്താണ് വിക്രമ നിങ്ങളുടെ വിചാരം അങ്ങനെയാണോ? ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ ജീവിതമാകുന്ന ബസ് ഓടിക്കാൻ മുഴുവനും നിങ്ങൾ ആണുങ്ങളാണെന്നോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു തന്നെയാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഇപ്പോഴത്തെ തെറ്റിദ്ധാരണ മാറിയാൽ അച്ഛൻ എന്നെ സ്വീകരിക്കില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ പോട്ടെ, ഈ വീട്ടിൽ നിന്ന് എന്റെ അടിസ്ഥാനത്തിലാ ഞാൻ ഇറങ്ങി പോകേണ്ടി വരുന്നത് നിങ്ങൾ പറഞ്ഞത്. വിക്രമ, നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള അതേ അവകാശം തന്നെ എനിക്കും നിങ്ങളുടെ ഭാര്യ എന്ന നിലയിൽ ഈ വീട്ടിലുണ്ട്. അതിന് കോടതി മുഖേന നടത്തിയെടുക്കേണ്ടി വരും ഞാൻ. വിക്രം ചോദിക്കും, കോടതിയോ? വേദയ്ക്കും എന്തേ ആ വാക്ക് കേട്ടിട്ടില്ലേ? കൂട്ടിൽ കയറി നിന്നും ജാമ്യത്തിൽ ഇറങ്ങിപ്പോന്നും നല്ല പരിചയമുണ്ടല്ലോ. അതേ സ്ഥലം തന്നെ. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, അച്ഛനും ഭർത്താവും ഇല്ലെങ്കിൽ അവരൊരു ജീവിതം ഒരുക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ജീവിതം തകർന്നു. ഈയിടെ മണ്ടം വിക്രോ വെട്ടുപോത്തിന് പോലെ ഇങ്ങനെ നെഞ്ചു വിരിച്ച് നടന്നാ പോരാ. ലോകം എങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നുള്ള അസാമാന്യ ബുദ്ധിയെങ്കിലും വേണം. ആദ്യം ആണാണെന്നുള്ള അഹങ്കാരം എടുത്ത് അട്ടത്ത് വെക്ക്. അപ്പോഴേ കാര്യങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാകും. വിക്രം പറയും, വേദേ നിന്റെ സംസാരം കൂടി പോകുന്നുണ്ട്, ഓവറാക്കല്ലേ. വേദവരം, എന്താ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞൽ മുത്താൻ തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ അച്ഛനോടും അച്ഛൻ എന്നോടും പെരുമാറിയതോർത്ത് എനിക്ക് സങ്കടം ഉണ്ടായെന്നുള്ള കാര്യം ശരിയാ. ആ സങ്കടത്തിൽ കോലിട്ട് കുത്തിയിളക്കാൻ എന്താവകാശം നിങ്ങൾക്കുള്ളത്? ഇനി നിങ്ങളോടുള്ള തർക്കത്തിനാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോ എന്നോട് എന്റെ അച്ഛൻ പറഞ്ഞു ആ വീട് വിട്ട് ഇറങ്ങിപ്പോവാൻ. അന്നത് ശരിയാണെന്ന് തോന്നുന്നത് കൊണ്ട് ആ നിമിഷം ഞാൻ ഇറങ്ങിപ്പോന്നു. എന്നാ നിങ്ങളോട് നിങ്ങളെ അച്ഛൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ വീടിന്ന് ഇറങ്ങിപ്പോവാന്? എന്നിട്ട് നിങ്ങൾ പോയിട്ടുണ്ടോ? അത്രയ്ക്കും വിലയിട്ട് ജീവിക്കുന്ന നിങ്ങളാണോ എന്നെ ഉപദേശിക്കാൻ വരുന്നത്? വിക്രം പറയുന്നത്, വേണ്ട വേണ്ട, ഇനി നീ വായിട്ടലച്ചാൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയില്ല. വേദ പറയും, അതാണ് നിങ്ങളുടെ പ്രശ്നം. എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. ആ ശ്രീകാര്യം ശ്രീനിവാസൻ ചാടാൻ പറയും, നിങ്ങൾ ചാടും. ആടാൻ പറയുമ്പോ നിങ്ങൾ ആടും. യുവജന പാർട്ടിയുടെ നേതാവാകാൻ പോകുന്ന ആളല്ലേ. സ്വന്തം അഭിപ്രായത്തില് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ ഇന്നവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു കാര്യമുണ്ട്, അന്ന് അമ്പലത്തിൽ വെച്ച് എന്റെ കഴുത്തിൽ ഈ താലി കെട്ടി. എന്റെ വിക്രമൻ സാറേ, അതൊഴിക്കാൻ നിങ്ങൾ ഒന്നും ഇന്നവരെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോ വിക്രത്തിന് ഇപ്പൊ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വേദ പറയും, സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു കീറത്തുണി വാങ്ങിച്ചു കൊടുത്തത് പോലും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടായിരുന്നു. നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടല്ല, അറിയാലോ. അതിൽ വിക്രം ദേഷ്യത്തില് കൈ ആ മേശയുടെ മുകളിലിട്ട് അങ്ങ് അടിക്കണേ. ഇത് കാണുമ്പോ പെട്ടെന്ന് വേദന ഞെട്ടും. അപ്പൊ വേദ ഒന്ന് സമാധാനപ്പെട്ടിട്ട് പറയും, ഇതും ആണുങ്ങളുടെ കുഴപ്പമാണ്. ദേഷ്യം വരുമ്പോ എന്തെങ്കിലും ഇടിച്ചു തകർക്കാൻ തോന്നുന്ന ഈ സ്വഭാവം. പക്ഷേ കൈകൊണ്ട് ഇടിച്ചതിന് പകരം നിങ്ങൾ നിങ്ങളുടെ തല കൊണ്ടായിരുന്നു ഇടിക്കേണ്ടത്. ആഗ്രഹമില്ലാഞ്ഞിട്ടും ശ്രീകാരി ശ്രീനിവാസൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ. ആ നേരം വീട്ടുകാർക്ക് വേണ്ടി നല്ല 2 കാര്യങ്ങൾ ചെയ്ത നല്ലതല്ലെന്ന് ചിന്തിച്ച് ആ തല കൊണ്ടുപോയി ചുമരിലിടിക്കണം. അങ്ങനെയെങ്കിലും ഒരു നല്ല തോന്നലുണ്ടാവട്ടെ. ദേ ഞാൻ കിടക്കാൻ പോകുന്നു, വേണമെങ്കിൽ ആ പാ വിരിച്ച് താഴെ കിടന്നോ. ദേ പിന്നെ രാത്രി ദാഹിച്ച ഈ വെള്ളം തന്നെ എടുത്ത് കുടിച്ചേക്ക് എന്ന് പറഞ്ഞ ആ വെള്ളം എടുത്ത് കയ്യിൽ കൊടുക്കുമ്പോ വിക്രം ഇങ്ങനെ വേദയെ നോക്കും. വേദ പറയും, ഇത് ഞാൻ തിളപ്പിച്ച വെള്ള, അതിനുള്ളത് ദാഹശമനിയുടെ ചോയ, അല്ലാതെ പല്ലുമൂത്രത്തിന്റെ അല്ല എന്ന് പറഞ്ഞത് കയ്യിൽ കൊടുത്തിട്ട് വേദ അവിടെ കട്ടിൽ പോയി കിടക്കും. വിക്രം അത് പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും. അതിങ്ങനെ നോക്കുന്ന കാണുമ്പോ വേദ പറയും, അത് വിക്രം ചേട്ടാ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോ, പല്ലികൾ മൂത്രമൊഴിക്കാറില്ല. അപ്പൊ വേദ പറയും, എടാ പൊട്ടാ കോഴികൾ മൂത്രമൊഴിക്കാറുണ്ടോ? വേദ പറയും, അതുപോലെയാ പല്ലികൾ എന്ന് പറഞ്ഞ് കിടക്കുമ്പോ വിക്രം വിചാരിക്കും, പിന്നെ ഞാനിതൊക്കെ നോക്കി നടക്കല്ലേ, പല്ലീനും കോഴിനും അറിഞ്ഞൂടാ അപ്പഴാ എന്ന് പറഞ്ഞുകൊണ്ടാണ് വേദ കിടക്കുന്നത്. ശേഷം വേദ കിടക്കുന്നതിന്റെ അടുത്ത് പോയി വിക്രം ഇങ്ങനെ കാലും കയറ്റി വെച്ചിരിക്കണേ. ശേഷം പിന്നീട് കാണിക്കുന്ന നെക്സ്റ്റ് പ്രൊമോയില് അച്ഛനെന്തോ വിക്രത്തെ ചീത്ത പറയാണ്. അത് കേട്ട് വേദ വരുമ്പോ വേദയ്ക്ക് വിഷമാവുന്നുണ്ട്. വേദ അകത്ത് പോയി കഴിഞ്ഞാൽ വിക്രത്തോട് പറയും, എന്തായാലും കെട്ടിയും ജോലിക്ക് പോകുന്നില്ല, അപ്പൊ പിന്നെ ഞാനെങ്കിലും ജോലിക്ക് പോണ്ടേ. വിക്രം ചോദിക്കും, ശരിക്കും? അങ്ങനെ വേദ അതെന്ന് പറയുന്നുണ്ട്. പിന്നെന്തോ ഒരു കടുത്ത മറുപടിയും പറഞ്ഞാണ് അവിടുന്ന് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് അവര് തമ്മിലുള്ള ഒരൊറ്റ ദിവസം അവർ മാത്രം വീട്ടിലുള്ള ചില സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ ആ ഭാഗത്തിനൊക്കെ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.